സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു. ജൂൺ മാസത്തിലെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പെത്തി. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടിസ്ഥാന പെൻഷൻ 3000 രൂപയിലേക്ക് ഉയർത്തുമെന്നുള്ള സർക്കാരിന്റെ വാഗ്ദാനം നടപ്പിലാക്കുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. 5 ഇനം സാമൂഹിക സുരക്ഷാ പെൻഷനുകൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും അക്കൗണ്ടുകളിലും കൈകളിലും തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. പുതിയ സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജനകീയ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി 3000 രൂപയിലേക്ക് ഉയർത്തുമെന്നുള്ള സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ്. വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, വികലാംഗ പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരും. അപേക്ഷകരുടെ വരുമാനം, പ്രായം തുടങ്ങിയ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഈ പെൻഷനുകൾ അനുവദിക്കുന്നത്. പുതിയ അപേക്ഷകർക്ക് മാനദണ്ഡങ്ങൾ അനുസരിച്ച് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. സർക്കാരിന്റെ ആദ്യ ബജറ്റിനു ശേഷമാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുക. ഈ സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം ഈ മാസം തന്നെ എത്തിച്ചേർന്നു തുടങ്ങും. 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള പെൻഷൻ ഇനങ്ങളിൽ വാർദ്ധക്യകാല പെൻഷൻ നിശ്ചിത പ്രായപരിധി കഴിഞ്ഞാൽ ജോലിയില്ലാത്തവർക്കും വരുമാനം കുറഞ്ഞവർക്കും സ്ഥിര വരുമാനം നൽകും. ഇത് വാർദ്ധക്യത്തിൽ ഒരു പരിധിവരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതോടൊപ്പം തന്നെ ശാരീരികമായോ മാനസികമായോ വൈകല്യങ്ങൾ ഉള്ളവർക്ക് നൽകുന്ന വികലാംഗ പെൻഷനിൽ 25% വരെ വർധനവ് കൊണ്ടുവരുമെന്നുള്ള റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. ഇത് ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരും. ക്ഷേമ പെൻഷനുകൾക്ക് പുറമെ വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും നിലവിലുണ്ട്. തൊഴിലില്ലാ വേതനം, കർഷക തൊഴിലാളി പെൻഷൻ, മത്സ്യത്തൊഴിലാളി പെൻഷൻ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. ഈ പദ്ധതികളെല്ലാം സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്ക് സുരക്ഷയും താങ്ങും നൽകുമെന്നും സാമ്പത്തിക അസമത്വം കുറയ്ക്കാൻ സഹായിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തിന് പിന്നാലെയാണ് കേന്ദ്ര സഹായം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര സഹായം 2000 രൂപ വീതം ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുകയാണ്. ജൂൺ മാസം 20 മുതൽ ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സഹായമായ 2000 രൂപ എത്തിച്ചേരുമെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം വ്യക്തമാക്കി. PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. കൃത്യമായ ഇടവേളകളിൽ eKYC, ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴി തുക കൈമാറുന്നത്. ജൂൺ മാസം 20-ാം തീയതി 3 മണിക്ക് ശേഷമുള്ള സമയത്താണ് തുക വിതരണം ആരംഭിക്കുക. പ്രധാനമന്ത്രി നേരിട്ട് വഹിക്കുന്ന ഒരു സ്വിച്ച് ഓൺ പ്രക്രിയയിലൂടെയാണ് തുക അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആക്കപ്പെടുന്നത്. നേരത്തെയുള്ള ഗഡു ലഭിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് 22ഉം 23ഉം ഗഡുക്കൾ ചേർത്ത് പരമാവധി 4000 രൂപ വരെ എത്തിച്ചേരുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കേരളത്തിലുള്ള 25 ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭിക്കും. വരാൻ പോകുന്ന ഉത്സവകാലങ്ങളോടനുബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂടുതൽ ആനുകൂല്യങ്ങൾ ഉടൻ പ്രഖ്യാപിക്കും. PM കിസാൻ ആനുകൂല്യം വാങ്ങുന്ന മുഴുവൻ ഗുണഭോക്താക്കളും ജൂൺ മാസം 30-ന് മുൻപായി 2026-27 വർഷത്തെ വാർഷിക eKYC അക്ഷയ സെന്റർ അല്ലെങ്കിൽ ജനസേവന കേന്ദ്രങ്ങൾ മുഖേന ചെയ്യേണ്ടതാണ്. ഗുണഭോക്താക്കൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നതാണ് വാർഷിക eKYC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ PM കിസാൻ ഗുണഭോക്താക്കളും പദ്ധതി ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ വേണ്ടി 2026-27 വർഷത്തെ മസ്റ്ററിംഗ് സമയബന്ധിതമായി ചെയ്യണമെന്ന് അറിയിക്കുന്നു. eKYC ചെയ്യാൻ ആവശ്യമായ രേഖ ആധാർ കാർഡാണ്. കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളിലേക്ക് ഈ അറിയിപ്പ് എത്തിക്കുക. കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ ആകെ വരുമാനമായി പ്രതീക്ഷിക്കുന്നത് 1.84 ലക്ഷം കോടി രൂപ, ചിലവ് 2.39 ലക്ഷം കോടി. വരവും ചിലവും തമ്മിൽ 55,419 കോടി രൂപയുടെ വ്യത്യാസമുള്ളതിനാൽ അത്രയും തുക റിസർവ് ബാങ്ക് വഴി പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാമെന്ന് കണക്കുകൂട്ടി. ശമ്പളവും പെൻഷനും പലിശയും മറ്റു ഭരണച്ചിലവും ബജറ്റിൽ ലക്ഷ്യമിട്ടതുപോലെ നടക്കും. പക്ഷേ വരുമാനം അങ്ങനെയല്ല.
റവന്യൂ കമ്മി ഗ്രാന്റ് ഇനത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള 14,317 കോടി രൂപ കിട്ടില്ലെന്ന് ഉറപ്പായി. കേന്ദ്ര നികുതി വിഹിതത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ 5,000 കോടി കുറയും. ഫലത്തിൽ ബാലഗോപാലിന്റെ ബജറ്റ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ കയ്യിൽ കിട്ടുമ്പോൾ വരുമാനത്തിൽ ആകെ കുറയുന്നത് 20,000 കോടിയാണ്. ശമ്പളവും പെൻഷനും പലിശയും നൽകാൻ ദൈനംദിന ഭരണം നടത്താനുള്ള പണം കഴിഞ്ഞാൽ വികസന പദ്ധതികൾക്കായി ബജറ്റിൽ ബാക്കിയുള്ളത് 33,000 കോടി രൂപയാണ്. അതിൽ 20,000 കോടി നഷ്ടപ്പെടുമെന്ന് ഉറപ്പായി. ബാക്കി വെറും 10,000 കോടി രൂപയുമായി വി.ഡി. സതീശൻ എന്ത് വിസ്മയം കാട്ടുമെന്ന് നാളെ അറിയാം. വരുമാനം വർദ്ധിപ്പിക്കുകയാണ് വലിയ വെല്ലുവിളി. ഇന്ധനത്തിനും മദ്യത്തിനും ഭൂമിക്കും നികുതി കൂട്ടുകയാണ് എളുപ്പവഴി. പക്ഷേ ഇന്ധനവില ഇപ്പോൾ തന്നെ കൂടുതലായതിനാൽ സർക്കാർ അതിന് മുതിരില്ല. പകരം 4 വർഷത്തിനുള്ളിൽ 8 ഗഡുക്കളായി നൽകേണ്ട 36,057 കോടി DA/DR കുടിശ്ശികയുടെ ആദ്യ ഗഡു ഈ വർഷം നൽകാനുള്ള മുൻ സർക്കാർ ഉത്തരവ് റദ്ദാക്കിയേക്കും. ആദ്യ ഗഡു നൽകാൻ മാത്രം വേണ്ടത് 9,014 കോടി രൂപയാണ്. ശമ്പള പരിഷ്കരണവും നീട്ടിവെക്കാനാണ് സാധ്യത. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന പ്രവാസികളുടെ പെൻഷൻ തുക 5,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് സൗദി മാറാക്കര പഞ്ചായത്ത് KMCC യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ കാരണങ്ങളാൽ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങിവരുന്ന പ്രവാസികൾക്കായി കൃത്യമായ പുനരധിവാസ പദ്ധതികൾ നടപ്പാക്കണമെന്നും യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ വലയത്തിന് പുറത്തുള്ള നിർധന കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും ട്രാൻസ് സ്ത്രീകൾക്കുമായി LDF സർക്കാർ നടപ്പാക്കിയ പ്രതിമാസം 1,000 രൂപ വീതം നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലെ തുക അനുവദിക്കുന്നതിനുള്ള ഫയൽ ധനവകുപ്പിന്റെ മേശപ്പുറത്താണ്. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള 31.34 ലക്ഷം പേർക്ക് പ്രതിമാസം 1,000 രൂപ നൽകുന്ന പദ്ധതി 2025 ഒക്ടോബർ 29-നാണ് LDF സർക്കാർ പ്രഖ്യാപിച്ചത്. ഫെബ്രുവരി 11-ന് പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ച ശേഷം അന്ന് തന്നെ 10,58,700 പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴി തുക ലഭ്യമാക്കിയിരുന്നു. 105.87 കോടി രൂപയായിരുന്നു ഇതിനായി അനുവദിച്ചത്. ഫെബ്രുവരിയിലും മാർച്ചിലുമായി LDF സർക്കാർ തുക നൽകിയിരുന്നെങ്കിലും ഏപ്രിൽ മെയ് മാസങ്ങളിലെ തുക നൽകാൻ UDF സർക്കാരിന് ആയിട്ടില്ല. അന്ന് തന്നെ പദ്ധതിയെ എതിർത്തിരുന്ന UDF അധികാരത്തിലെത്തിയ ശേഷം പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നുവെന്ന സൂചനയാണ് നൽകുന്നത്. പദ്ധതിക്ക് LDF സർക്കാർ ബജറ്റിൽ 3,720 കോടി രൂപ നീക്കിവെച്ചിരുന്നു. മാർച്ചിലെ കണക്ക് പ്രകാരം 18,18,047 അപേക്ഷകളുണ്ട്. 5 ലക്ഷത്തിലേറെ അപേക്ഷകളിൽ സർക്കാർ തീരുമാനം എടുത്തിട്ടുമില്ല. മാർച്ചിൽ ഗുണഭോക്താക്കളുടെ എണ്ണം 16,24,091 ആയതോടെ 162.41 കോടി രൂപ വിതരണം ചെയ്തു. ഏപ്രിലും മെയ് മാസത്തിലും അപേക്ഷകരുടെ എണ്ണം വീണ്ടും ഉയരുകയാണ്. 18,18,047 പേരായി. ഇതിൽ 16,40,343 പേർ അർഹരാണെന്ന് കണ്ടെത്തി പണം അനുവദിക്കാൻ ധനവകുപ്പിൽ ഫയലെത്തിയെങ്കിലും തീരുമാനം ആയിട്ടില്ല. ഒരു മാസമായി തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ 5 ലക്ഷത്തിലേറെ അപേക്ഷകളും വന്നിട്ടുണ്ട്. മലപ്പുറത്താണ് അപേക്ഷകർ കൂടുതൽ, 2.55 ലക്ഷം. യുവജനങ്ങൾക്കായി LDF സർക്കാർ ആവിഷ്കരിച്ച കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ തുകയും ഇതുവരെ നൽകിയിട്ടില്ല. തൊഴിൽ വകുപ്പ് നൽകിയ നിർദ്ദേശം ധനവകുപ്പ് തടഞ്ഞുവെച്ചിരിക്കുകയാണ്. 70,000 അപേക്ഷ കൂടി ലഭിച്ചെങ്കിൽ തീരുമാനമായിട്ടില്ല. ഗവർണർ നടത്തിയ നയപ്രഖ്യാപനത്തിലും പദ്ധതി പരാമർശിച്ചിരുന്നില്ല. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷത്തിൽ താഴെയുള്ള 18-നും 30-നും ഇടയിലുള്ള 5 ലക്ഷം പേർക്കാണ് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചത്. ജനുവരിയിൽ 10,000 പേരുടെ അക്കൗണ്ടുകളിൽ 1,000 രൂപ വീതം എത്തിയിരുന്നു. ഫെബ്രുവരിയിലും മാർച്ചിലുമായി 75,376 പേർക്ക് തുക നൽകി. ഇതിനായി ബജറ്റിൽ 400 കോടി രൂപ LDF സർക്കാർ നീക്കിവെച്ചിരുന്നു. നാളെ അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിനെ വലിയ പ്രതീക്ഷയോടെയാണ് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും കാത്തിരിക്കുന്നത്. ജനുവരി മാസം മുതൽ നൽകേണ്ടിയിരുന്ന 2% ക്ഷാമബത്ത മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കുന്നത് അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന. കഴിഞ്ഞ സർക്കാർ DA വർധന മുൻകാല പ്രാബല്യമില്ലാതെയാണ് അനുവദിച്ചിരുന്നത്. ഇതിനെതിരെ ജീവനക്കാരുടെ സംഘടനകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ജനുവരി മുതൽ പ്രാബല്യത്തോടെ DA അനുവദിക്കുന്നതിനൊപ്പം മുൻകാലങ്ങളിൽ കുടിശ്ശികയായി വന്ന തുക ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനവും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് ബദലായി മുൻ സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന അഷ്വർഡ് പെൻഷൻ സ്കീം പുതിയ സർക്കാർ ഉപേക്ഷിക്കാനാണ് സാധ്യത. അതിന് പകരമായി പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലെ സർക്കാർ വിഹിതം നിലവിലെ 10%-ൽ നിന്ന്
14% ഉയർത്തണമെന്ന സർവീസ് സംഘടനകളുടെ ആവശ്യം അംഗീകരിക്കുമെന്നാണ് സൂചന. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ജീവനക്കാർക്ക് ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി ആനുകൂല്യം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനായി പെൻഷൻ പ്രായം കേന്ദ്ര സർക്കാർ ജീവനക്കാരുടേതിന് സമാനമായി ഉയർത്തണമെന്ന ശുപാർശ ധവളപത്രത്തിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും യുവജന പ്രതിഷേധത്തിന് സാധ്യതയുള്ളതിനാൽ ഈ നിർദ്ദേശം നിലവിൽ പരിഗണനയിൽ ഇല്ലെന്നാണ് വിവരം. അതേസമയം ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ കാലാവധി അവസാനിച്ചിട്ടും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ കമ്മിറ്റിയെ മാറ്റി പുനഃസംഘടിപ്പിക്കുന്നതോ പുതിയ സമയപരിധി നിശ്ചയിക്കുന്നതോ സംബന്ധിച്ച പ്രഖ്യാപനവും ബജറ്റിൽ ഉണ്ടായേക്കും. സർക്കാർ ജീവനക്കാരുടെ ദീർഘകാല ആവശ്യങ്ങളിൽ ചിലതിനെങ്കിലും പരിഹാരമാകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടായേക്കുമെന്ന ആകാംക്ഷയിലാണ് സർവീസ് സംഘടനകൾ. നിലവിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പ്രിയദർശിനി പദ്ധതി പ്രകാരം KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ജൂൺ 15 മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. യാത്രക്കാർ സീറോ വാല്യൂ ടിക്കറ്റുകൾ വാങ്ങണം. യാത്രകൾ പൂർണ്ണമായും സൗജന്യമാണെങ്കിലും ബസ്സിൽ കയറിയാൽ കണ്ടക്ടറോട് പറഞ്ഞ് ടിക്കറ്റ് കൈപ്പറ്റണം. യാത്രാ സൗജന്യമുള്ള ബസ്സുകളിൽ പ്രിയദർശിനി എന്ന സ്റ്റിക്കർ ഉണ്ടാകും. ടിക്കറ്റ് എടുക്കാതെ പിടിക്കപ്പെട്ടാൽ 500 രൂപ പിഴ ഈടാക്കും. യാത്രക്കാരുടെ കൃത്യമായ എണ്ണം തിട്ടപ്പെടുത്തുന്നതിനും സർക്കാരിൽ നിന്ന് KSRTCക്ക് സബ്സിഡി ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് 0 രൂപ രേഖപ്പെടുത്തിയ പ്രത്യേക ടിക്കറ്റുകൾ നൽകുന്നത്. സൗജന്യ യാത്ര സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും മാത്രം. കൂടെ യാത്ര ചെയ്യുന്ന 5 മുതൽ 11 വയസ്സിനിടയിൽ പ്രായമുള്ള ആൺകുട്ടികൾക്ക് ഹാഫ് ടിക്കറ്റ് എടുക്കണം. 12 വയസ്സായാൽ ഫുൾ ടിക്കറ്റും. സൗജന്യ നിരക്കൊഴികെ മറ്റ് യാത്രക്കാർക്കുള്ള എല്ലാ നിയമങ്ങളും സ്ത്രീകൾക്കും ബാധകമാണ്. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഈ സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കേരളത്തിന്റെ പൊതുഗതാഗത ചരിത്രത്തിൽ മറ്റൊരു നാഴികക്കല്ല് കൂടിയാണ് ഇത്. കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇനി സൗജന്യമായി യാത്ര തുടരാം. മറ്റൊരറിയിപ്പ്, പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് വായ്പ ലഭിക്കുക. കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ള 18നും 65നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷ വയ്ക്കാം. വായ്പാ തുകക്ക് കോർപ്പറേഷന്റെ നിബന്ധനകൾക്ക് അനുസരിച്ച് ആവശ്യമായ ജാമ്യം ഹാജരാക്കണം. അപേക്ഷാ ഫോറത്തിനും വിശദ വിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ ഉപജില്ലാ ഓഫീസുകളുമായി ബന്ധപ്പെടാവുന്നതാണ്. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കി വരുന്ന ആശ്വാസകിരണം പദ്ധതിയുടെ ധനസഹായം നിലവിൽ ലഭിച്ചുവരുന്ന ഗുണഭോക്താക്കൾക്ക് തുടർ ധനസഹായം ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ സാമൂഹിക സുരക്ഷാ മിഷന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള നിശ്ചിത മാതൃകയിലുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ്, ആധാർ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടുത്തിയവ ഹാജരാക്കണമെന്നും ആശ്വാസകിരണം ധനസഹായത്തിനായി 2018 ഏപ്രിൽ 1 മുതൽ ലഭിച്ച അപേക്ഷ സമർപ്പിച്ചവരിൽ ഇതുവരെയും ധനസഹായം ലഭിച്ചിട്ടില്ലാത്തവർ സാമൂഹിക സുരക്ഷാ മിഷന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള നിശ്ചിത മാതൃകയിലുള്ള പുതുക്കിയ വ്യക്തിവിവരങ്ങളും ലൈഫ് സർട്ടിഫിക്കറ്റും അനുബന്ധ രേഖകൾ സഹിതം ഈ മാസം 10 മുൻപ് ഹാജരാക്കണമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ചില വ്യക്തികൾക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ പ്രസ്തുത രേഖകൾ ഹാജരാക്കുവാൻ സാധിക്കാത്തതിനാൽ ഈ മാസം 30 വരെ സമയപരിധി ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഈ അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. 30-നകം പ്രസ്തുത രേഖകൾ സമർപ്പിക്കാത്ത ഗുണഭോക്താക്കൾക്ക് പിന്നീട് കുടിശ്ശിക അനുവദിക്കാതെ രേഖകൾ ഹാജരാക്കുന്ന മാസം മുതലുള്ള തുക മാത്രമാണ് അനുവദിക്കുക. മറ്റൊരറിയിപ്പ്, സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക തീർക്കുന്നതിന് LDF സർക്കാർ തയ്യാറാക്കി വച്ചിരിക്കുന്ന പദ്ധതി നടപ്പാക്കിയാൽ മതിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. DA കൊടുക്കുന്നതിന് മുൻപ് കാലതാമസം വന്നിട്ടുണ്ടാകും. ദുരിതകാലത്തും ശമ്പളം മുടങ്ങാതെ കൊടുക്കാനായും ആനുകൂല്യങ്ങളിൽ ചിലത് കൊടുക്കുകയും മറ്റു ചിലത് കൊടുക്കാനായി പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. LDF കാലത്ത് കുടിശ്ശിക ഉണ്ടെന്ന് പറയുന്നതിന് പകരം LDF ആവിഷ്കരിച്ച ആ പദ്ധതി സർക്കാർ നടപ്പാക്കിയാൽ മതിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. UDF സർക്കാരിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ രംഗത്ത്. KSRTCയിലെ സൗജന്യ യാത്ര സ്വകാര്യ മേഖലയെ തകർക്കുമെന്ന് അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല. ഈ മാസം 19-ന് നടക്കുന്ന ബജറ്റിൽ ബസ് ഉടമകൾക്ക് അനുകൂലമായ പാക്കേജ് നൽകിയില്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾ ഓട്ടം അവസാനിപ്പിച്ച് പ്രതിഷേധിക്കുമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ അറിയിച്ചു. തൃശൂരിൽ നടന്ന യോഗത്തിലാണ് നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര സ്വകാര്യ ബസ് ഉടമകളെ പ്രതിസന്ധിയിലാക്കുമെന്ന്
അറിയിച്ചിട്ടും സർക്കാർ തീരുമാനമെടുത്തില്ല എന്നാണ് ആരോപണം. മുഖ്യമന്ത്രി വി.ഡി. സതീശനെയും ഗതാഗത മന്ത്രിയെയും അറിയിച്ചിരുന്നെന്നും മുഖ്യമന്ത്രി ചർച്ച നടത്താമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ചർച്ച ഉണ്ടായില്ലെന്നും ഉടമകൾ പറയുന്നു. വിദ്യാർത്ഥികളുടേതുൾപ്പെടെ ബസ് ചാർജ് നിരക്ക് വർദ്ധിപ്പിക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. ഈ മാസം 19-ന് നടക്കുന്ന ബജറ്റ് അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ സ്വകാര്യ ബസ്സുകളുടെ ഓട്ടം പൂർണ്ണമായി അവസാനിപ്പിച്ച് സമരം സംഘടിപ്പിക്കുമെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു. 19-ന് ശേഷം എല്ലാ സംഘടനകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് സംയുക്ത യോഗം നടക്കും. ഈ യോഗത്തിന് ശേഷം സമരത്തിലേക്ക് കടക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. KSRTCക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും സ്വകാര്യ മേഖലയ്ക്ക് കൂടി നൽകണമെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം. കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ആദ്യ ബജറ്റ് ജനകീയ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നിയാകാൻ സാധ്യത. പെൻഷൻ പ്രായം കൂട്ടണമെന്ന ശുപാർശയുണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ സാധ്യത കുറവാണ്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും. വരുമാനം കണ്ടെത്താൻ മദ്യത്തിന്റെ വില കൂട്ടുന്നതും ഭൂമിയുടെ ന്യായവില ഉയർത്തുന്നതും പരിഗണനയിൽ ഉണ്ട്. ജനങ്ങളുടെ കയ്യടി കിട്ടാനുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന. ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഊന്നിയുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും ബജറ്റിൽ ഉണ്ടാവുക. ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, കോളേജ് വിദ്യാർത്ഥിനികൾക്കുള്ള പ്രതിമാസ 1000 രൂപ വിതരണം എന്നിവ ബജറ്റിൽ പ്രഖ്യാപിക്കാനാണ് സാധ്യത. സ്ത്രീ സൗജന്യ യാത്ര നടപ്പാക്കിയതിനാൽ KSRTCയിൽ കൂടുതൽ പണം ബജറ്റിൽ നീക്കിവച്ചേക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പെൻഷൻ പ്രായം 58 ആക്കണമെന്ന ധവളപത്രത്തിലെ ശുപാർശ ഇത്തവണ സർക്കാർ അംഗീകരിക്കാൻ സാധ്യത കുറവാണ്. ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയാലും അത് വേഗത്തിൽ നടപ്പാക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടായേക്കും. ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കൽ മതിയെന്ന ശുപാർശ അംഗീകരിക്കപ്പെടുമെന്നാണ് സൂചന. ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനൊപ്പം മുൻകൂറായി ഒരു ഗഡുവെങ്കിലും നൽകുന്നതിനും പരിഗണനയിലുണ്ട്. വൈദ്യുത ഉൽപാദന മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾ കൊണ്ടുവരാനുള്ള ആലോചനയുണ്ട്. ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനൊപ്പം മുൻകൂറായി ഒരു ഗഡുവെങ്കിലും നൽകുന്നതും പരിഗണനയിൽ ഉണ്ട്. വൈദ്യുത ഉൽപാദന മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾ കൊണ്ടുവരാനുള്ള ആലോചനയുണ്ട്. വൻകിട പദ്ധതി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണെങ്കിലും നിലവിലുള്ള വൻകിട പദ്ധതികൾക്ക് പണം മാറ്റിവെക്കും. വരുമാനം കണ്ടെത്തുക എന്ന വലിയ വെല്ലുവിളി എങ്ങനെ മറികടക്കും എന്നതാണ് പ്രധാന ചോദ്യം. മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഭൂമിയുടെ ന്യായവിലയും വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. പെട്രോൾ സെസ് കുറക്കുമോ എന്ന കാര്യത്തിലുള്ള സർക്കാർ നിലപാടും ബജറ്റിൽ വ്യക്തമാക്കിയേക്കും. കേരളത്തിൽ പുതിയൊരു വ്യവസായിക നയത്തിനുള്ള തുടക്കം കൂടിയായിരിക്കും UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് എന്നാണ് പ്രതീക്ഷ. ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ, IT, വിനോദസഞ്ചാരം, ഷിപ്പിംഗ്, വ്യോമയാനം എന്നിവയ്ക്ക് ഊന്നൽ നൽകും. വിഴിഞ്ഞം തുറമുഖം കേന്ദ്രീകരിച്ചിട്ടുള്ള പദ്ധതികൾ എന്നിവയും ബജറ്റിൽ ഇടം പിടിക്കും. വ്യവസായിക വാണിജ്യ മേഖല അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് ബജറ്റിൽ പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വാണിജ്യ വ്യവസായിക പ്രമുഖരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പരമ്പരാഗത വ്യവസായ മേഖലയ്ക്ക് സർക്കാർ കൈത്താങ്ങ് അനിവാര്യമാണ്. കെട്ടിട നിർമ്മാണ മേഖലയിലും സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായേക്കും. ധവളപത്രത്തിലെ അടച്ചുപൂട്ടൽ, സ്വകാര്യവൽക്കരണ നിർദ്ദേശം പൊതുമേഖലയെ ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്. CAG റിപ്പോർട്ട് പ്രകാരം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം 18,026 കോടി രൂപയാണ്. സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നതും വ്യവസായിക മേഖലയിൽ നിക്ഷേപകർ താൽപ്പര്യം പ്രകടിപ്പിക്കാത്തതുമാണ് പ്രധാന പ്രതിസന്ധി. ഇത് എങ്ങനെ മറികടക്കുമെന്നത് അനുസരിച്ചായിരിക്കും സംസ്ഥാനത്തിന്റെ വ്യവസായിക വികസനം സാധ്യമാക്കുക. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.